ഒരു ജനതയുടെ ആരോഗ്യം വെച്ച് രാഷ്ട്രീയം കളിച്ചവർക്ക് കാലം കരുതി വെച്ച മറുപടിയാണത്. അഫ്ഗാനിസ്ഥാന്റെ ഫാർമസി എന്ന സ്വയം വിശേഷിപ്പിച്ചിരുന്ന പാകിസ്ഥാന് ഇന്ന് സ്വന്തം വിപണി നഷ്ടപ്പെടുകയാണ്. അവിടെ ഇന്ന് മുഴങ്ങുന്നത് പാകിസ്ഥാനി മരുന്നുകളുടെ പേരല്ല, മറിച്ച് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ബ്രാൻഡിന്റെ കരുത്താണ്. തുർക്കിഷ് മരുന്നുകളെക്കാൾ ഗുണമേന്മയുള്ള പാകിസ്ഥാനി മരുന്നുകളെക്കാൾ 4 ഇരട്ടി വില കുറഞ്ഞ ഇന്ത്യൻ മരുന്നുകൾ ഇന്ന് അഫ്ഗാൻ തെരുവുകളിലെ സംസാര വിഷയമാണ്. പാകിസ്ഥാൻ എറിഞ്ഞ കൈപ്പേറിയ ഗുളികകൾക്ക് ഇന്ത്യ നൽകുന്ന മധുര പ്രതികാരം, അതാണ് ഇന്ന് അഫ്ഗാനിൽ നടക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഫസൽ അഫ്ഗാൻ എന്ന പ്രമുഖ അഫ്ഗാൻ വ്ളോഗർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു അനുഭവം ഇതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. തലവേദനയ്ക്ക് മരുന്ന് വാങ്ങാൻ ഫാർമസിയിലെത്തിയ അദ്ദേഹത്തിന് മുന്നിൽ 3 ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. സാധാരണയായി അഫ്ഗാൻ ജനത വിശ്വസിച്ചിരുന്ന തുർക്കിഷ് പാരസെറ്റമോൾ, അതിന് 10 ഗുളികയ്ക്ക് 40 അഫ്ഗാനി രൂപയാണ് വില. എന്നാൽ അതേ ഗുണനിലവാരമുള്ള ഇന്ത്യൻ പാരസെറ്റമോളിന് വില വെറും 10 അഫ്ഗാനി രൂപ മാത്രം, അതായത് 4-1 വില. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരു കാലത്ത് അഫ്ഗാൻ മരുന്ന് വിപണിയുടെ 70% നിയന്ത്രിച്ചിരുന്നത് അഫ്ഗാനിന്റെ മരുന്ന് വിപണിയുടെ 70% നിയന്ത്രിച്ചിരുന്നത് പാകിസ്ഥാനായിരുന്നു. എന്നാൽ ഗുണനിലവാരമില്ലാത്ത മരുന്നുകളും അതിർത്തിയിലെ തർക്കങ്ങളും കാരണം പാകിസ്ഥാനെ കൈവിടാൻ അഫ്ഗാൻ ഭരണകൂടം തീരുമാനിച്ചു. അഫ്ഗാൻ ഉപപ്രധാനമന്ത്രി അബ്ദുൽ ഖാനി ബരാദർ നേരിട്ടാണ് പാക് മരുന്നുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. പകരം അവർ തെരഞ്ഞെടുത്തത് ഇന്ത്യയാണ്. കണക്കുകൾ പരിശോധിച്ചാൽ ഈ മാറ്റം വ്യക്തമാകും. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം $108 മില്യൺ മരുന്നുകളാണ് ഇന്ത്യ കാബൂളിലേക്ക് അയച്ചത്. വരും മാസങ്ങളിൽ ഇത് $200 മില്യൺ കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സൈഡ്ലസ് ലൈഫ് സയൻസസ് പോലുള്ള ഇന്ത്യൻ കമ്പനികൾ അഫ്ഗാൻ കമ്പനികളുമായി $100 മില്യൺ വമ്പൻ കരാറുകളിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഇത് ഇനി വെറും കയറ്റുമതി മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിൽ മരുന്ന് നിർമ്മാണശാലകൾ തുടങ്ങാനും ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങളാൽ മരുന്നുകൾക്കായി അഫ്ഗാനിസ്ഥാൻ പണ്ട് മുതൽക്കേ പാകിസ്ഥാനെയാണ് ആശ്രയിച്ചിരുന്നത്. രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള 95% മരുന്നുകളും ഇറക്കുമതി ചെയ്യുകയാണ് പതിവ്. ഈ സാഹചര്യം മുതലെടുത്ത് പാകിസ്ഥാൻ പലപ്പോഴും നിലവാരം കുറഞ്ഞ മരുന്നുകൾ അവിടെ വിറ്റഴിച്ചിട്ടുണ്ട്. 2025 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി സംഘർഷം രൂക്ഷമായതോടെ പാകിസ്ഥാൻ മരുന്ന് വിതരണം തടസ്സപ്പെടുത്തി. ഇത് അഫ്ഗാനിസ്ഥാനിൽ കടുത്ത മരുന്ന് ക്ഷാമത്തിന് കാരണമായി. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പോലും സാധാരണക്കാർ നെട്ടോട്ടമോടിയ ആ ഘട്ടത്തിലാണ് ഇന്ത്യ രക്ഷകരായി അവിടെ അവതരിച്ചത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഈ ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് നമുക്കറിയാം. 1969 ഇന്ത്യ നിർമ്മിച്ചു നൽകിയ ഇന്ദിരാഗാന്ധി ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ ഇന്നും അഫ്ഗാനിലെ ഏറ്റവും വലിയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കഴിഞ്ഞ വർഷം മാത്രം 73 ടൺ അത്യാവശ്യ മരുന്നുകളാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ എത്തിച്ചത്. വാക്സിനുകൾ, ആംബുലൻസുകൾ, അത്യാധുനിക CT സ്കാനുകൾ എന്നിവയ്ക്ക് പുറമെ 30 കിടക്കകളുള്ള 5 വലിയ ക്ലിനിക്കുകളും ഇന്ത്യ അവിടെ നിർമ്മിക്കുന്നുണ്ട്. പാകിസ്ഥാൻ അതിർത്തികൾ അടച്ച് അഫ്ഗാൻ ജനതയെ ശ്വാസം മുട്ടിക്കാൻ നോക്കുമ്പോൾ ഹൃദയം തുറന്നാണ് ഇന്ത്യ അവരെ സ്വീകരിച്ചത്. ഇതിന്റെ ഫലമാണ് ഇന്ന് പാക് വിപണിയെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഇന്ത്യയുടെ ഈ കുതിപ്പ്. ചുരുക്കത്തിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ നടത്തുന്നത് കേവലം ഒരു ബിസിനസ് മാത്രമല്ല, മറിച്ച് ഒരു ജനതയുടെ വിശ്വാസം നേടിയെടുക്കലാണ്, അവരുടെ ഹൃദയം നേടിയെടുക്കലാണ്. വിലക്കുറവും മികച്ച ഗുണനിലവാരവും ഒത്തുചേരുമ്പോൾ ഇന്ത്യൻ മരുന്നുകൾ അവിടെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയാണ്. പാകിസ്ഥാന്റെ കുത്തക തകരുന്നതും ഇന്ത്യയുടെ സ്വാധീനം അവിടെ വർദ്ധിക്കുന്നതും ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തന്നെ വഴി തുറക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.